ഇന്നൊരു മാമ്പഴപ്പുളിശ്ശേരി പ്രപഞ്ചങ്ങൾക്കെന്നും ഇനി ഇതിലേക്ക് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അരപ്പ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം നമുക്ക് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തേങ്ങയുടെയൊക്കെ പച്ചമണം മാറി വരുന്നതിനായിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ചൂടാക്കേണ്ട ആവശ്യമില്ല. തീ ഓഫ് ചെയ്യാതെ തൈര് ചേർത്ത് കൊടുത്താൽ പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ സ്വല്പം പഞ്ചസാര ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. താളിച്ചെടുക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം.
കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി താളിച്ചൊഴിച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട്. അതുവരെ നമുക്ക് അടച്ചു വെക്കാം. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ഇതുപോലെയുള്ള നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.